എറണാകുളത്തെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരത്തിലായി 10 സെന്റ് ഒറിജിനൽ ലാൻഡിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിൽപ്പനക്കായി വന്നിട്ടുള്ള ഒരു രാജകീയ പ്രൗഢഗംഭീര ആർക്കിടെക്ചറൽ ട്രഡീഷണൽ വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനരികിൽ നവോദയ ജംഗ്ഷന് തൊട്ടരികിലായിട്ടാണ്. 10 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 4000 സ്ക്വയർ ഫീറ്റിൽ 5 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമുകളും വർക്ക് ഏരിയ സൗകര്യങ്ങളും കോർട്ട്യാർഡുകളോടും അടങ്ങിയിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓട്ടോമേഷൻ സൗകര്യം നൽകപ്പെട്ടിരിക്കുന്ന വലിയ ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ്. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മുൻഭാഗത്തായി നല്ല രീതിയിലുള്ള കോബിൾ സ്റ്റോണുകളാണ് പാകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു എലവേഷനാണ് ട്രഡീഷണൽ ലുക്കിൽ ഈ വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. മുൻഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ള ഗ്രീനറികളും മനോഹരമായിട്ടുള്ള ഗാർഡൻ വർക്കുകളുമെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. ഈ വീടിൻ്റെ മുൻഭാഗത്തായി വളരെ വിശാലമായിട്ടുള്ള ഒരു പാടമാണ് നമുക്ക് കാണുവാൻ കഴിയുക. വളരെ ഉയർന്ന ഭാഗത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ഈ വീടിൻ്റെ താഴ്ഭാഗം എല്ലാ കാലത്തും ഇങ്ങനെ പ്രവിശാലമായി തന്നെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതുമാണ്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 3 കിലോമീറ്ററും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 600 മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 2.25 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിൽ നിന്ന് 7 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. വിൽക്കുവാൻ വേണ്ടി പണിയുന്ന വീടുകളുടെ അവസ്ഥാന്തരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനോഹരമായിട്ടുള്ളൊരു കാമാൻ കൊയ്റ്റ് ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ എലവേഷനും മെയിൻ ഡോർ ദർശനവും നൽകപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്നുമെല്ലാമുള്ള വീടിൻ്റെ പുറത്തേക്കുള്ള വ്യൂ മനോഹരമായിട്ടാണ് നമുക്ക് അനുഭവവേദ്യമാവുക. മുൻപേ സൂചിപ്രകാരമുള്ള കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിലുള്ള മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ രാജകീയ ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്കാണ്. ഭംഗിയാർന്നിട്ടുള്ള ജനാലകളും ഗ്ലാസ് പാർട്ടീഷനുകളുമാണ് ഈ ഭാഗത്ത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. വ്യത്യസ്തത പുലർത്തുന്ന ഫോൾ സീലിംഗ് വർക്കുകളും നമുക്ക് ഈ ലിവിംഗ് ഏരിയ ഭാഗത്ത് ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ കം ഫാമിലി ലിവിംഗ് ഏരിയ ഭാഗമായി നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുക. മനോഹരമായി ഡബിൾ ഹൈറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വർണ്ണനകൾക്ക് അതീതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പഴയകാല വീടുകളുടെ അനുസ്മരിപ്പിക്കും വിധം മനോഹരമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ഈ ഭാഗത്തെ ടൈലുകളും ഫോൾ സീലിംഗ് വർക്കുകളും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള ഗ്ലാഡിംഗ് സ്റ്റോണുകളും നാച്ചുറൽ ഗാർഡനും എല്ലാം ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു. 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളെ കൂടാതെ ഗസ്റ്റുകൾക്കായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കോമൺ ബാത്റൂം സൗകര്യവും നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തു നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കും വർക്ക് ഏരിയ ഭാഗത്തേക്കുമാണ്. വീടിൻ്റെ വർക്കിംഗ് കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാങ്ങിക്കുന്നവരുടെ ഇഷ്ടാനുസരണം നമുക്ക് ഈ ഭാഗം സൗകര്യപ്പെടുത്തി എടുക്കുവാൻ കഴിയുന്നതുമാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ കിച്ചണിൽ നിന്ന് സെക്കൻഡറി കിച്ചണും കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തേതും മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് വിശാലമായിട്ടുള്ള ഒരു വ്യൂ ലഭിക്കത്തക്ക രീതിയിലുള്ള ഗ്ലാസ് പാർട്ടീഷനും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. മുൻപേ സൂചിപ്പിച്ച പ്രകാരം മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. വാങ്ങിക്കുന്നവരുടെ ഇഷ്ടാനുസരണം കബോർഡ് വർക്കുകളെല്ലാം ചെയ്തെടുക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ എല്ലാ ബെഡ്റൂമുകളിലും ലഭ്യമാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം.
പൂർണ്ണമായും വുഡിൽ തന്നെയാണ് ഈ സ്റ്റെയറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ലാൻഡിങ്ങിലായും മനോഹരമായിട്ടുള്ള ഗ്ലാസ് പാർട്ടീഷനുകളും നമുക്ക് കാണുവാൻ കഴിയും. വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒന്നാമത്തെ നിലയിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഒരു രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള കൈവരികൾക്കും മനോഹരമായിട്ടുള്ള ഇരിപ്പിടങ്ങളുമാണ് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകളിൽ ഒന്നാമത്തേതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഈ ഭാഗത്ത് നിന്ന് താഴത്തെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കുള്ള ദൃശ്യമെല്ലാം മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഭംഗിയാർന്നിട്ടുള്ള ഗ്ലാസ് പാർട്ടീഷനോട് ചേർന്നിരിക്കുന്ന ഈ ഭാഗത്തെല്ലാം വൈകുന്നേരങ്ങളിൽ നിന്ന് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നത് ഒരു വേറെ തലത്തിലുള്ള ആസ്വാദനം തന്നെയായിരിക്കും. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നു കയറിയിരിക്കുന്നത്. ഈ ഭാഗത്തായി വലിയൊരു TV യൂണിറ്റും നമുക്ക് കാണുവാൻ കഴിയും. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റായി എടുത്തു പറയേണ്ട പ്രത്യേകതയായ ഒരു ബാൽക്കണി ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാൽക്കണി ഭാഗവും ഗ്ലാസ് പാർട്ടീഷനാൽ തന്നെ മറക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷനുകൾ കൊണ്ട് പൂർണ്ണമായും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുക. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ ബെഡ്റൂമും. മനോഹരമായിട്ടുള്ള ഗ്ലാസ് പാർട്ടീഷനുകളും ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകളുമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുക. നിറയെ ജനാലകൾ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും അഞ്ചാമത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ്. വിശാലമായി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. കാക്കനാട് നവോദയയിൽ 10 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 4000 സ്ക്വയർ ഫീറ്റിൽ 5 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ആർക്കിടെക്ചറൽ ട്രഡീഷണൽ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 3 കോടിയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ഈ വീട് പർച്ചേസ് ചെയ്യുന്നതിന് താങ്കൾക്ക് ബാങ്ക് ലോൺ ഫെസിലിറ്റിയുടെ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മുഖാന്തരം അതും ഏർപ്പാടാക്കി നൽകുന്നതാണ്. ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിച്ച് നല്ലൊരു വിലയിൽ ഈ വീട് സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് തീർച്ചയായും വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഈ വീടിനെക്കുറിച്ചുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ. മറ്റൊരു വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഈ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.